സ്വാഗതം ശ്രീ രാജേന്ദ്രൻ പന്തളം ABC മലയാളം ന്യൂസിലേക്ക്. ഈ മഹാരാഷ്ട്രയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ NDA സഖ്യം വലിയ മുന്നേറ്റത്തിലേക്ക് നീങ്ങി. ആ BJP തന്നെ NDA സഖ്യത്തിലാണെങ്കിലും BJPയുടെ തന്നെ ഒറ്റ ഭരണത്തിന് സാധ്യതയുള്ള ഒരു സംസ്ഥാനമായി മാറുകയാണ് മഹാരാഷ്ട്ര. മഹാരാഷ്ട്ര പലപ്പോഴും നമുക്കറിയാവുന്നതാണ്, പ്രാദേശിക രാഷ്ട്രീയ കക്ഷികൾ കൊണ്ട് നിറഞ്ഞ് ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തും ഇല്ലാത്ത തരത്തിലുള്ള ഒരു പ്രത്യേക രാഷ്ട്രീയമാണ് മഹാരാഷ്ട്രയിൽ കാണുന്നത്. ഇപ്പോൾ NDA അവിടെ അധികാരത്തിൽ വരികയാണ്. എന്താണ് മഹാരാഷ്ട്രയിലെ സംഭവ വികാസങ്ങൾ? NDA ഇപ്പം മഹായുതി എന്നുള്ള പേരിൽ അല്ലെങ്കിൽ മുമ്പ് 2 തവണ അധികാരത്തിൽ വന്നിരുന്നു. അന്ന് 2014 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വലമായ വിജയം കൈവരിച്ചപ്പോൾ ഒരിക്കൽ കോൺഗ്രസിന്റെ കോട്ടയായിരുന്നു അവിടെ. വിജയിച്ചു വന്നപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതുപോലെ തന്നെ ആഭ്യന്തരമന്ത്രി അമിത്ഷായും ചേർന്നാണ് മുഖ്യമന്ത്രി കസേരയിലേക്ക് ദേവേന്ദ്ര ഫഡ്നാവിസ് എന്ന് പറയുന്ന കേവലം 44 വയസ്സുകാരനെ ആനയിച്ചു കൊണ്ടുവന്നത്. അപ്പോൾ അതൊരു മഹായുതിയുടെ, ഒരു മഹാരഥ്യയുടെ തന്നെ തുടക്കമായി. ഇടയ്ക്കൊരു കാലം ശിവസേന ഒന്നിടഞ്ഞു. അവർ തമ്മിലുള്ള ഒരു ഐക്യമായിരുന്നു അവിടെ BJP ശിവസേന സഖ്യത്തെ അധികാരത്തിലേക്ക് കൊണ്ടുവന്നു, അധികാരത്തിൻ്റെ പടവുകൾ കടന്നുകൊണ്ട്. പക്ഷേ ശിവസേനയ്ക്ക് നിക്ഷിപ്തമായ താല്പര്യങ്ങളുണ്ടായിരുന്നു. ഉദ്ധവ് താക്കറേക്ക് മുഖ്യമന്ത്രിയാണ്, അത് സമ്മതിച്ചു, BJP അത് സമ്മതിച്ചു കൊടുത്തു. പിന്നത്തെ ടേണിൽ ആകാശ് താക്കറെ എന്ന് പറയുന്ന മകനെയും മുഖ്യമന്ത്രിയാണ്. അപ്പൊ അതുവരെ BJP പിന്തുടർന്നു പോകുന്ന കുടുംബവാഴ്ചയ്ക്കെതിരായിട്ടുള്ള ഒരു പോക്കാണെന്ന് കാണുകയും അങ്ങനെ അതിനെ നിരുത്സാഹപ്പെടുത്തുകയും, അങ്ങനെ അതുപോരാ, ദേവേന്ദ്ര ഫഡ്നാവിസ് തന്നെ മുഖ്യമന്ത്രിയാവണം എന്നൊരാഗ്രഹം BJPയുടെ സംസ്ഥാന ഘടകം പ്രകടിപ്പിക്കുകയും ചെയ്ത അവസരത്തിലാണ് ശിവസേന ഇടഞ്ഞത്. അങ്ങനെ അവരുടെ എല്ലാ ആദർശങ്ങളെയും അറബിക്കടലിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് കോൺഗ്രസുമായിട്ടും ശരത് പവാറിന്റെ NCP ആയിട്ടും ധാരണയുണ്ടാക്കി. മറാത്ത വീര്യത്തോട്, പോരാട്ട വീര്യത്തോട്, അവരുടെ ഹിന്ദു മനസ്സിനോട് ചെയ്ത ഒരു കൊടും ചതിയായിരുന്നു. കാരണം വീര ശിവജിയുടെയും അതുപോലെ തന്നെ വീര സവാർക്കറുടെയും ഒക്കെ പൈതൃകം പേറുന്ന, അവരുടെ ചോര സിരകളിൽ ഓടുന്ന ഒരു ജനതയാണ് ഉദ്ധവ് താക്കറെയും അതുപോലെ തന്നെ ദേവേന്ദ്ര ഫഡ്നാവിസും അടങ്ങുന്ന ഒരു ടീമിനെ അധികാരത്തിലെത്തിച്ചത്. നോക്കൂ, ഏതാനും വർഷങ്ങൾക്ക് ശേഷം വേർപിരിയുന്നത് പോലെ തന്നെ വെണ്ണയും മോരും വേർപിരിഞ്ഞ് പാലെങ്ങനെ അത് കൊയാഗുലേഷൻ സാധിക്കുന്നുവോ അതുപോലെ തന്നെ ഇപ്പോൾ തിരിഞ്ഞു വന്നിരിക്കുന്നു. ഹിന്ദു വിരുദ്ധ ശക്തികളും ഹിന്ദുത്വ ശക്തികളും 2 ചേരികളിലായി. അതിൽ ഈ ഹിന്ദുത്വ ശക്തികളുടെ തേരിലേറിക്കൊണ്ട് ശിവസേനയെ പിളർന്നുകൊണ്ട് വെറും ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറായിരുന്ന, മുംബൈക്ക് വളരെ അടുത്ത് തന്നെയുള്ള താനെ ജില്ലയിൽ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറായിരുന്ന ഷിൻഡെ, ഏക്നാഥ് ഷിൻഡെ മുഖ്യമന്ത്രിയായി. എങ്ങനെ? ശിവസേനയെ പിളർന്നുകൊണ്ട്. അതുപോലെ തന്നെ മറാത്ത നേതാവും മഹാരാഷ്ട്രയുടെ അനിശ്ചിത നേതാവുമായിട്ടുള്ള ശരത് പവാറിനെ സ്വന്തം അനന്തരവൻ തന്നെ, അനന്തരവൻ എന്ന് പറയാൻ പറ്റത്തില്ല, അദ്ദേഹം ശരിക്കും ശരത് പവാർ ചിറ്റപ്പൻ, എങ്കിലും അനന്തരവൻ എന്നാണ് പറഞ്ഞു വരുന്നത്. അതുകൊണ്ട് നമുക്കും അങ്ങനെ അനന്തരവൻ, എന്തായാലും ബന്ധുവാണ്, കുടുംബത്തിൽപ്പെട്ട ആള് പിളർന്നുകൊണ്ട് BJPയിലേക്ക് വന്നു. ഇതൊക്കെ സ്വാഭാവികമായി സംഭവിച്ചതാണെന്ന് കരുതേണ്ടതില്ല. ഇതിൻ്റെ എല്ലാം പിന്നിൽ RSS ഉണ്ടായിരുന്നു. RSS ആണ് ഈ വിജയത്തിൻ്റെ ശില്പി. നമുക്കറിയാവുന്നതുപോലെ RSS ജനിച്ചത് എവിടെയാണ്? മഹാരാഷ്ട്രയിലെ തന്നെ നാഗ്പൂരിലെ. ആ നാഗ്പൂരിൽ നിന്ന്, ആ ജില്ല മുഴുവൻ, അതുപോലെ നാസിക്, ആ ജില്ല മുഴുവൻ RSSന്റെ വോളണ്ടിയർമാർ ഗ്രാമാന്തരങ്ങളിൽ ഹിന്ദു ഐക്യത്തിന് വേണ്ടിയുള്ള വമ്പിച്ച പ്രചാരണം നടത്തി. അതാണ് വിജയമന്ത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഹിന്ദു ഐക്യം എന്നുള്ള ആ ഒരു സൂത്രവാക്യത്തിൽ കോർത്തെടുത്ത ഒന്നാണ് ഇപ്പോൾ അധികാരത്തിൽ
കാലെടുത്തു വെച്ചിരിക്കുന്ന മഹായുതി സഖ്യം. നോക്കൂ, അതിൻ്റെ ഒരു പ്രാധാന്യം അവർ കൊടുത്തിരിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അതുപോലെ തന്നെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ, അതുപോലെ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ എല്ലാ മുഖ്യമന്ത്രിമാരും ആസാദ് മൈതാനത്ത് ഒത്തുചേരും ആശീർവദിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എത്ര പ്രാധാന്യമാണ് ഇതിൻ്റെ! എന്താ രാഷ്ട്രീയ പ്രാധാന്യം? ഒരു സംസ്ഥാന മുഖ്യമന്ത്രി എന്നുള്ളതല്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ചേർന്ന് അധികാരത്തിൻ്റെ സോപാനത്തിലേക്ക് പിടിച്ചുയർത്തിയ ആള് തന്നെ. ആളിൽ തന്നെ RSS കാണുന്നത്, BJP കാണുന്നു എന്നുള്ളത് എനിക്ക് വ്യക്തമല്ല. RSS കാണുന്നത് ഇന്ത്യയുടെ ഭാവി പ്രധാനമന്ത്രിയാണ്. ഇന്ത്യയുടെ ഭാവി പ്രധാനമന്ത്രി ഇന്ന് മഹാരാഷ്ട്രയിൽ അധികാരത്തിലേറ്റുന്ന രാഷ്ട്രീയ ചാണക്യനായ നമ്മുടെ ദേവേന്ദ്ര ഫഡ്നാവിസ്. ഇദ്ദേഹത്തിന്റെ വളരെ വളരെ പുഷ്കലമായ ഒരു ചരിത്രത്തിന്റെ ഉടമ കൂടിയാണ് അദ്ദേഹം. അടിയന്തരാവസ്ഥ കാലത്ത് ഇദ്ദേഹത്തിന്റെ അച്ഛനെ ഇന്ദിരാഗാന്ധി പിടിച്ച് ജയിലിലിട്ടു. അപ്പോൾ ദേവേന്ദ്ര ഫഡ്നാവിസ് പഠിച്ചുകൊണ്ടിരുന്നത് ഇന്ദിരാഗാന്ധി സ്കൂൾ എന്ന് പറയുന്ന ഒരു സ്കൂളിലാണ്. ഇന്ദിരാഗാന്ധിയുടെ പേരുള്ള ഒരു സ്കൂളിൽ, മെമ്മോറിയൽ അല്ല, ഇന്ദിരാഗാന്ധി ജീവിച്ചിരിക്കുകയാണ് ആ പേരുള്ള സ്കൂളിൽ. ആ പേരുള്ള സ്കൂളിൽ താൻ ഇനി പഠിക്കില്ല എന്ന് ശപഥം ചെയ്തുകൊണ്ട് ആ സ്കൂളിൽ നിന്ന് പുറത്തു പോയ ആളാണ് അദ്ദേഹം. വേറെ സ്കൂളിൽ പോയി പഠിച്ചു. ബിസിനസ് നിയമത്തിൽ ബിരുദം നേടി, അതുപോലെ തന്നെ ബിസിനസ് മാനേജ്മെന്റിൽ ബിരുദാനന്തര ബിരുദം. അത് സമർത്ഥനായിട്ടുള്ള വിദ്യാർത്ഥി. ജാതി പറയുവാണെങ്കിൽ മറാത്ത അല്ല അദ്ദേഹം. അദ്ദേഹം ശരിക്കും ബ്രാഹ്മണനാണ്. ദേവേന്ദ്ര ഫഡ്നാവിസ് ബ്രാഹ്മണനാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛനായിട്ടുള്ള ഫഡ്നാവിസ്, ഗംഗാധർ ഫഡ്നാവിസ്, അദ്ദേഹം നമ്മുടെ മുൻ നിയമസഭാ കൗൺസിൽ അംഗമായിരുന്നു. സ്വാതന്ത്ര്യ സമര പോരാളിയൊക്കെയായിരുന്നു. അദ്ദേഹത്തിനെയാണ് പിടിച്ച് അടിയന്തരാവസ്ഥ കാലത്ത് ജനതാ പാർട്ടിയുടെ രൂപവൽക്കരണ സമയത്ത് പിടിച്ചു ചെയ്തിട്ടുണ്ട്. അപ്പം ആ ഒരു വാശിയും വൈരാഗ്യവും എല്ലാം അദ്ദേഹത്തിൻ്റെ സിരകളിൽ ഇപ്പോഴും ഉണ്ട്, കോൺഗ്രസിനോടുള്ള വിരോധമായിട്ട്. അതേസമയം തന്നെ അദ്ദേഹത്തിൻ്റെ ആ തന്ത്രശാലിത്വം നോക്കും. മറാത്താവാദികൾ എന്ന് പറയുന്നത് ബ്രാഹ്മണർക്കെതിരാണ്. ആ മറാത്താവാദികളെയും അതേപോലെ തന്നെ NCPയുടെ കൂടെ നിൽക്കുന്ന ശിവസേന, അതുവരെ കിടഞ്ഞു നിന്ന ശിവസേനയുടെ ഒരു വിഭാഗത്തെയും തന്ത്രപൂർവം പിളർത്തിയെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. കേരളത്തിലെ പിണറായി വിജയന്റെ നേരെ വിപരീത സ്വഭാവം എന്ന് പറഞ്ഞാൽ ധാർഷ്ട്യമുള്ള ഒരു മുഖത്തോട് ഒരിക്കലും നമുക്ക് അദ്ദേഹത്തെ കാണാൻ പറ്റില്ല. ഈ തന്ത്രങ്ങളൊക്കെ മെനഞ്ഞ് വിജയിപ്പിക്കുമ്പോഴും വളരെ വിനയവും ഒരു പുഞ്ചിരി ഉള്ള മുഖവുമായിട്ട് മാത്രമേ ദേവേന്ദ്ര ഫഡ്നാവിസ് എന്ന് പറയുന്ന ഇദ്ദേഹത്തെ 54 വയസ്സുള്ള ഈ മുഖ്യമന്ത്രിയെ നമുക്ക് കാണാൻ കഴിയുള്ളൂ. അപ്പം ഇദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ട്രജക്ടറി എന്ന് പറയുന്നത് ഇനി ഒരുപാട് നീണ്ടതാണ്. അപ്പം തുടർച്ചയായിട്ട് അല്ലെങ്കിൽ 3ാമത്തെ തവണയാണിപ്പോൾ മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രിയാണ്. ഇനിയത്തെ ഒരു ടേം വന്നു കഴിഞ്ഞാൽ BJPക്ക് ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം അദ്ദേഹം ഉണ്ടാക്കും. ഇപ്പൊ തന്നെ വേണമെങ്കിൽ ഏകദേശം സ്വതന്ത്രരെ കൂടെ കൂട്ടിപ്പിടിച്ചാലേ പറ്റുള്ളൂ. അത് കേവല ഭൂരിപക്ഷം കിട്ടണമെങ്കിൽ അത് അദ്ദേഹത്തിന് അനുക്ത സിദ്ധമാണ്, അതുപോലെ തന്നെ ആയാസരഹിതവുമാണ്. പക്ഷെ മഹാരാഷ്ട്രയിൽ അങ്ങനെ ഒരു സ്ഥിതി വന്നു കഴിഞ്ഞാൽ അവിടുത്തെ ആ പ്രാദേശിക രാഷ്ട്രീയം മുഴുവൻ കുഴിച്ചു മൂടുന്ന ഒരു രീതിയിലേക്ക് പോകുന്നത്. അതാണ് അവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. എന്തുകൊണ്ടെന്നാൽ ഈ അവസാനം വരെ കടിച്ചു പിടിച്ച് നിൽക്കുകയായിരുന്നു ഏകനാഥ് ഷിൻഡെ. അദ്ദേഹത്തിന് ഇന്ന് മുഖ്യമന്ത്രിയാവണം. 2.5 വർഷം കഴിയുമ്പോൾ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ്. താനെ മുനിസിപ്പാലിറ്റി ഉണ്ട്, മുംബൈ മുനിസിപ്പാലിറ്റി ഉണ്ട്, മുംബൈ മഹാനഗർ നിഗം എന്ന് പറയുന്ന വേറൊരു മുനിസിപ്പാലിറ്റി ഉണ്ട്. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഏറ്റവും സാമ്പത്തിക ശക്തിയുള്ള നഗരസഭകൾ മുനിസിപ്പാലിറ്റി എന്ന് പറയാൻ പറ്റത്തില്ല, നഗരസഭകളാണ്. ആ നഗരസഭകളുടെ അധികാരം കൂടി പിടിച്ചതിന് ശേഷം താൻ മാറിക്കോളാം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെയാണ് ഇത്രയും ഒരാഴ്ചക്കാലം നീണ്ടത് ഈ സത്യപ്രതിജ്ഞ. പക്ഷെ തന്ത്രപൂർവ്വം അവിടെയും ദേവേന്ദ്ര ഫഡ്നാവിസ് കരുക്കൾ നീക്കി. കാര്യം എന്താണെന്ന് അറിയാം, ഈ ഷിൻഡെയുടെ കയ്യിൽ ഈ അധികാരം കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം അതൊരു വരമായിട്ട് ഉപയോഗിക്കുകയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയെ വളർത്തുകയും ചെയ്യും. അത് എവിടെയാണ് കയറി കൊള്ളുന്നത്? ഏത് ഭാഗത്തു നിന്നുള്ള വോട്ട് ഷെയറാണ് അത് എടുക്കുക? ഇനിയിപ്പോൾ ശിവസേനയിൽ നിന്നൊന്നും പിടിക്കാനില്ല, ശിവസേന തകർന്നു കഴിഞ്ഞു. ഇനി ബാക്കി കിട്ടുന്ന എവിടുന്നാ? BJPയിൽ നിന്ന് കിട്ടണം. പിന്നെ മറാത്ത അദ്ദേഹം 1ാം തരം മറാത്തക്കാരൻ, അതിൽ നിന്ന് പിടിക്കണം. അതിന് കടിഞ്ഞാണിടാൻ വേണ്ടി തന്നെയാണ് ഷിൻഡെ ഇപ്രാവശ്യം മുഖ്യമന്ത്രി ആക്കേണ്ടതില്ലെന്ന് RSSഉം BJPയും ഫഡ്നാവിസും തീരുമാനിച്ചത്. അതിന്റെ ഫലം അടുത്ത തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാം. BJPയുടെ വോട്ട് ഷെയർ വർദ്ധിക്കും, ബാക്കി രണ്ടുപേരുടെ ഭാവി പ്രധാനമന്ത്രി മുഖ്യമന്ത്രി വീണ്ടും ഒരു തവണ കൂടെ മുഖ്യമന്ത്രി ആയ ശേഷം
അപ്പോഴത്തേക്കും കേന്ദ്രത്തിൽ ഏതാണ്ട് ഊഴമായി വരുമ്പോഴത്തേക്കും അതിനുള്ള ഒരു തയ്യാറെടുപ്പ് ഇവിടെ നിന്നുണ്ടാവും. അങ്ങനെ മഹാരാഷ്ട്രയിൽ നിന്ന് നമുക്കൊരു പ്രധാനമന്ത്രി ഒരിക്കലും ഉണ്ടായിട്ടില്ലല്ലോ, അങ്ങനെ പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനത്ത് നിന്ന് ഉണ്ടാവും എന്ന് നമുക്ക് ഇപ്പൊ കണക്ക് കൂട്ടാം, കണക്കുകൾ പിഴയ്ക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.